വർഗീയത ആര് പറഞ്ഞാലും ഇനിയും പ്രതികരിക്കാൻ വി.ഡി. സതീശൻ. പ്രതികരണങ്ങൾ സാമുദായിക സംഘടനകൾക്കെതിരായിട്ടില്ല. വർഗീയതയോട് സമരസപ്പെടരുത് എന്നത് പാർട്ടി നയമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതോടൊപ്പം 2016 സതീശൻ നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. എന്റെ ഒന്നാമത്തെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല. എന്റെ ഒന്നാമത്തെ ലക്ഷ്യം കേരളത്തിന്റെ മണ്ണിൽ വർഗീയ വിഷവിത്തുകൾ പാകാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതിരിക്കുക എന്നതാണ്. എനിക്ക് രണ്ടാമത്തേയുള്ളൂ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്. കേരളത്തിലെ ഒരു സമുദായ നേതാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങളുടെ MLA മുട്ടുമടക്കില്ല എന്ന് കൂടി ഞാൻ പറയും. എനിക്കത് പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടുക്കി ബിഷപ്പ് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി PT തോമസ് വേണ്ട, ഇവിടെ ഫ്രാൻസിസ് ജോർജ് മതി. അപ്പൊ ഞാൻ AICC സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ബിഷപ്പ് അങ്ങനെ പറയല്ലേ, അത് നമ്മൾ കോൺഗ്രസ് KPC അല്ലേ തീരുമാനിക്കുന്നത്. തൊടുപുഴ പള്ളിയിലെ മൂലമറ്റം പള്ളിയിലെ വികാരി അച്ഛനെ KPC എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ്. അപ്പോൾ 2016 പ്രസംഗം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളടുത്ത് സംസാരിച്ചപ്പോൾ പോലും ഞാൻ 2016 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് വി.ഡി. സതീശന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഒരു വീഡിയോ ഉൾപ്പെടെ വൈറലായി പോവുകയും ചെയ്യുന്നുണ്ട്. ഉന്നമിട്ടിരിക്കുന്നത് മൊത്തം വി.ഡി. സതീശനെയാണ്. ആ ഒരു ആശങ്ക UDF ക്യാമ്പിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും നിലപാടിൽ ഉറച്ച് തന്നെ വി.ഡി. സതീശൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്? വി.ഡി. സതീശന്റെ ഈ പ്രതികരണങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതികരണങ്ങളിലും മറ്റുമൊക്കെ ഈ UDF-ലെ തന്നെ ഒരു വിഭാഗത്തിന് ചെറിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട്. പക്ഷേ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു പിന്തുണ വി.ഡി. സതീശൻ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ആ നിലപാടിൽ നിന്ന്, പറഞ്ഞിട്ടുള്ള നിലപാടിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകാൻ വി.ഡി. സതീശൻ തയ്യാറല്ല. ഇത് 2016, നമ്മളിപ്പോൾ കേട്ട പ്രസംഗം എന്ന് പറയുന്നത് 2016 പറവൂരിൽ നടന്ന ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വി.ഡി. സതീശൻ സംസാരിച്ചതാണ്. അന്ന് തന്നെ അദ്ദേഹം ഈ നിലപാടിൽ, അതായത് ഇപ്പോൾ പറഞ്ഞ നിലപാട് ഇന്നുണ്ടായതല്ല, അതിനു മുമ്പ് 10 വർഷം മുമ്പേ തന്നെ വി.ഡി. സതീശൻ ഈ നിലപാടുകൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതല്ല. ഒന്നാമത്തെ ലക്ഷ്യം വർഗീയതയ്ക്കെതിരായി നിലപാടുകൾ എടുക്കുക എന്നുള്ളതാണ് എന്ന് അദ്ദേഹം അന്നത്തെ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്. പക്ഷെ ഇനിയുള്ള, ഇപ്പോൾ ഇത്രയും SNDP, NSS, സമുദായ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും വി.ഡി. സതീശനെതിരായുള്ള നിലപാടുകൾ വന്നെങ്കിൽ പോലും വി.ഡി. സതീശൻ ഇനിയിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പക്ഷേ വർഗീയതയ്ക്കെതിരായി, വർഗീയത ആര് പറഞ്ഞാലും അല്പം പോലും പിന്നോട്ട് പോകാതെ ആ നിലപാട് സ്വീകരിക്കുമെന്ന്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി.ഡി. സതീശൻ. മാത്രമല്ല, അത് കോൺഗ്രസ് പാർട്ടിയുടെ നയമാണ്. വർഗീയതയ്ക്കെതിരെ സമരസപ്പെടരുത് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ നയമാണ് എന്നുള്ള ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇനിയും നിലപാടുകൾ, ആ പ്രതികരണങ്ങൾ വർഗീയതയ്ക്കെതിരെ ആവർത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ആ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഒരു സാമുദായ സംഘടനകൾക്കും എതിരായിരിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.